I begin to I begin to ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസിൻ്റെ ഡേ 20യുടെ വ്ളോഗാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇന്നും എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ നാളെ നമ്മുടെ വെയിറ്റിംഗ് മെഷീനൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ തൊട്ട് വെയിറ്റിൻ്റെ അപ്ഡേഷൻ തരാം കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ത്രെഡ്മില്ലിൽ ഒരു അരമണിക്കൂർ നടന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. ഒന്നാമത് ഇപ്പോഴത്തെ ചൂടാണ്, പിന്നെ നടന്നതും കൂടെ വിയർത്തു. പിന്നെ രാവിലെ ഇന്ന് ഞാൻ ഗ്രീൻ ടീ കുടിച്ചിട്ടില്ല, നേരെ കിച്ചണിലേക്കാണ് കേട്ടോ പോയത്. ഒന്ന് വിയർപ്പൊക്കെ ആറിയിട്ടാണ് പോയത് കേട്ടോ. അപ്പം നമുക്കിതേ ചാളയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, അതെനിക്ക് വെട്ടണം. അതിന് മുന്നേ ആയിട്ട് ഞാൻ മുട്ടക്കറി വെച്ചിട്ടോ, മുട്ട റോസ്റ്റില്ലേ അതാണ് ചെയ്തത്. അപ്പോൾ രാവിലെ ചപ്പാത്തിയും മുട്ട റോസ്റ്റും ആക്കാനാണ് കേട്ടോ കരുതിയേക്കുന്നത്. അപ്പോൾ ഇന്ന് കൊണ്ട് നമ്മുടെ ചപ്പാത്തിയുടെ സംഭവം കഴിയും. നാളെ തൊട്ട് ദോശമാവിൻ്റെ വരവാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ദോശ ഇഡലി സീരീസ് ആയിരിക്കും മൊത്തവും നിങ്ങൾ കാണാൻ പോണേ. അപ്പോൾ ഈ ചപ്പാത്തിയുടെ ഷേപ്പ് കണ്ടിട്ട് ഇത് എന്താ സംഭവം നിങ്ങൾ വിചാരിക്കണം. ഞാൻ സ്ക്വയർ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാനൊരു 2 ചപ്പാത്തിയും കുറച്ച് മുട്ടക്കറിയും പിന്നെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചടപടയിന്ന് ഉച്ചയ്ക്കത്തെ കാര്യങ്ങളിലേക്ക് പോയി. ഉച്ചയ്ക്ക് നെത്തോലിയായിരുന്നു കിട്ടിയത്, അത് ഫ്രൈ ചെയ്തു. എന്നിട്ട് ഇതേ ചാള ഞാൻ വെട്ടിയായിരുന്നു, അത് ഇതേ കറി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ 4 ചപ്പാത്തിയും സെയിം മുട്ടക്കറിയും തന്നെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഇതിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ എടുത്തില്ല, കാരണം ഇതൊക്കെ മുന്നേ കാണിച്ചിട്ടുള്ള വീഡിയോസിലൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കാനത്. പിന്നെ വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ നെത്തോലി ഇവിടെ സെറ്റാണ്. അപ്പോൾ അതായത് ചാളക്കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ അരപ്പെല്ലാം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഒഴിക്കുക, ചാള ഇടുക, വേവ് ഇറക്കുക, കറി റെഡി. അപ്പോൾ എനിക്ക് ഉച്ചക്കത്തേക്ക് ആ ചാള കിട്ടുമ്പോൾ പിന്നെ അതിൻ്റെ തല വെറുതെ കളയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തല ഉള്ളിലേക്ക് ഇട്ട് ഞാൻ പറ്റിച്ചതാണ്. ഇത് മുന്നേ ഞാൻ വീഡിയോയിൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനത്. അപ്പം ഞാൻ വീണ്ടും ഉച്ചയ്ക്ക് എടുത്തത് 2 ചപ്പാത്തിയും പിന്നെ ആ ചാള പറ്റിച്ചതാണ്. നല്ലതാണ് കേട്ടോ, ഒമേഗ 3 ഒക്കെ ഒരുപാടുണ്ട്. ചാളത്തലയോ എന്ന് കരുതണ്ട, നല്ല സംഭവമാണത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അരി കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇനി തൊട്ട് അങ്ങോട്ട് ദോശയിടലേക്കാണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ അതിനുള്ള അരിയാട്ടൽ പരിപാടിയാണ് നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പീരീഡ്സ് ആവാനായിട്ട് ടൈമായി. അപ്പോൾ ഇനി എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ എനിക്കിനി ഇതേപോലെ ചപ്പാത്തിയോ അതോ ഇതോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ വയ്യാതൊക്കെ വരികയാണെങ്കിൽ മാവിരുന്ന നാരു തന്നെ ദോശ വല്ലതും ചുട്ട് തന്നോളും, അല്ലെങ്കിൽ നാരു തന്നെ എടുത്ത് ചുട്ട് കഴിച്ചോളൂ കേട്ടോ. അല്ലെങ്കിലും എനിക്ക് എളുപ്പത്തിന് വേണ്ടിയും കൂടാണ് ഞാനിത് ചെയ്ത് വെക്കുന്നത്. അതാകുമ്പം കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ അങ്ങ് കഴിയുമല്ലോ. അപ്പോൾ അതിന് ഉള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഗ്രൈൻഡറിൽ ആട്ടുന്ന ടൈമിൽ 4 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്നാണ് ചേർക്കുന്നത്. അതായത് 3 ഗ്ലാസ് ഇഡലി അരിയും 1 ഗ്ലാസ് നമ്മുടെ ചോറ് വെക്കുന്ന അരിയില്ലേ അതുമാണ് എടുക്കുന്നത്. അതിന് 1 ഗ്ലാസ് ഉഴുന്നും പിന്നെ കുറച്ച് ഉലുവയും. എന്നിട്ട് അത് ഒരു 3-4 മണിക്കൂർ കുതിർത്തിട്ട് ആദ്യം ഉഴുന്ന് അരച്ച് മാറ്റുക, അത് കഴിഞ്ഞിട്ട് അരി അരച്ച് മാറ്റും. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു കേട്ടോ. കാരണം ഇന്ന് എനിക്ക് ഭയങ്കര ക്രേവിങ്സ് വന്നൊരു ദിവസമാണ്. എനിക്ക് പൊതുവേ എന്ത് സംഭവങ്ങളും ഇപ്പം നാരും ഇവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിരുന്ന് കഴിക്കാറൊക്കെ ഉണ്ടല്ലോ ഞാൻ ഡയറ്റ് ആണെങ്കിലും. പക്ഷേ എനിക്ക് പൊതുവേ നാരും ഇപ്പോൾ എന്ത് കഴിച്ചാലും എൻ്റെ കൺട്രോൾ അങ്ങനെ പോകാറില്ല. പക്ഷേ എനിക്ക് കൺട്രോൾ പോകുന്ന 2 സംഭവം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫ്രൈഡ് ചിക്കൻ ഇല്ലേ അതും, രണ്ടാമത്തെ മന്തിയുമാണ് കേട്ടോ. എനിക്ക് മന്തി ഇങ്ങനെ അൽഫാം മന്തി അതൊന്നും ഇഷ്ടമില്ല, നോർമൽ മന്തി ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടും എനിക്ക് ആലോചിക്കും തന്നെ എൻ്റെ കൺട്രോൾ പോകുന്നൊരു സംഭവമാണ്. അത് എത്ര കിട്ടിയാലും ഞാൻ മടുക്കാതെ കഴിക്കും കേട്ടോ. പക്ഷേ വേറെ ഇനിയിപ്പോൾ എന്ത് സംഭവങ്ങൾ കൊണ്ടുവന്ന് മുന്നേ വെച്ചാലും വലിയ പ്രശ്നമില്ല. ബിരിയാണി പോലും എനിക്ക് അത്ര പ്രശ്നമില്ല കേട്ടോ, മുമ്പിലിരുന്ന് നാരു കഴിക്കുന്ന കണ്ടാൽ. പക്ഷേ ഇത് രണ്ടും എന്നെ കണ്ട് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എനിക്കത് കഴിക്കാനായിട്ട് ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞാനിങ്ങനെ ഡിപ്രഷനിലോട്ട് പോകുന്ന പോലെയൊക്കെ തോന്നി, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, അത് പറ്റില്ലല്ലോ കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുത്തൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ നൈറ്റ് കണ്ടിട്ട് ഒരു കൂറ നൈറ്റി എന്നൊന്നും വിചാരിക്കരുത്, കൂറ നൈറ്റി ഇട്ടേക്കാണ്. കാരണം എനിക്ക് വെളിയിൽ കുറച്ച് പണിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എക്സസൈസും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഇത്തിരി കരിമ്പം തള്ളിയ നൈറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് ഞാൻ ഒരു 3 ഡേറ്റ്സ് കഴിച്ചു. എനിക്ക് ഭയങ്കര മധുരം കഴിക്കാൻ ക്രേവിങ്സ് തോന്നിയിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പപ്പുക്കുട്ടനും എല്ലാവരും ഒക്കെ ആയിട്ട് ഇവിടെ കളിക്കുകയാണ്. കുറച്ച് നേരം ഇവരിവിടെയൊക്കെ നിൽക്കട്ടെ. മിറ്റം കണ്ടില്ലേ മൊത്തം ആ ഒരു ചപ്പുചാവറ വീണ് കിടക്കുക. എൻ്റെ പൊന്നെ, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മാവുണ്ട്. അതിന് എന്നോട് ഇനി വല്ല കലിപ്പാണോ അതോ നാരുവിനോട് വല്ല കലിപ്പാണോ എന്നറിയത്തില്ല.
ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഒരു ദിവസം വീണുമ്പോൾ നമ്മൾ കരുതുക ഓക്കെ ഇപ്പം പൊഴിയുന്ന സമയം ഇത് കഴിഞ്ഞാൽ റെഡിയാവും, നല്ല അതേ ഈ സംഭവമാണ് കേട്ടോ. പക്ഷെ നല്ല മാങ്ങ കേട്ടോ, അതുകൊണ്ടാണ് വെട്ടാതെ നിർത്തിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, മനുഷ്യൻ്റെ ഉപ്പാട് വരും. ഇത് ഇന്ന് രാവിലെ തൂത്തിട്ട സ്ഥലമാണ് കേട്ടോ. എന്നിട്ടാണ് ഇത്, ഞാനല്ല തൂത്തെന്ന് ആരും, കാരണം എനിക്ക് ഡസ്റ്റ് അലർജിയാണ്. പിന്നെ ഞാനിരുന്ന് തുമ്മലായിരിക്കും കേട്ടോ. അപ്പോൾ രാത്രി എല്ലാ സംഭവം ഉണ്ടായിരുന്നു. ചോറ് ഉണ്ടായിരുന്നു, ചാളക്കറി ഉണ്ടായിരുന്നു, നമ്മുടെ മുട്ട റോസ്റ്റ് കുറച്ചിരിപ്പുണ്ടായിരുന്നു, നെത്തോലി ഉണ്ട്, നെത്തോലി ഫ്രൈ ചെയ്തില്ലായിരുന്നു, പിന്നെ മോര് കാച്ചിയതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കോവയ്ക്കാൻ മെഴുക്കുവരട്ടി കുറച്ചിരുന്ന് എടുത്തങ്ങ് കഴിച്ചു കേട്ടോ. കാരണം എനിക്കൊരു 6 മണിയൊക്കെ ആയപ്പോൾ ഒരു വിശപ്പ് തുടങ്ങി. അപ്പോൾ അത് ഞാൻ കഴിച്ചു. പക്ഷേ എൻ്റെ വിശപ്പ് അടങ്ങിയില്ല. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കാനൊക്കെ ഭയങ്കര കൊതിയായിരുന്നെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 4-5 ചപ്പാത്തിയുടെ മാവ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തി റോൾ ചെയ്തിട്ട് അതൊരെണ്ണം കഴിക്കാമെന്ന് കരുതി. അപ്പോൾ നാരൂനും സെയിം അത് തന്നെ ആയിട്ടാണ് കൊടുത്തത്. അപ്പോൾ നാരൂനും ഒരു 3 ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ നമ്മുടെ മുട്ട റോസ്റ്റ് ഇരിപ്പുണ്ടല്ലോ, അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ അത് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. അപ്പം അതിലിരുന്ന മുട്ട ഒരു 2 മുട്ട ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ആ അരപ്പായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നാരൂന് വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാനിത് ചെയ്തത്, ഞാൻ ആ ചപ്പാത്തിയുടെ ഒരു സൈഡ് മാത്രം വേവിച്ചെടുത്ത് മാറ്റിയിട്ട് ആ സെയിം കല്ലിൽ തന്നെ ഒരു മുട്ട ഇങ്ങനെ ഒന്ന് ഉടച്ച് ചേർത്തു. ഇതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മുട്ട തിരിച്ചിടരുത് കേട്ടോ. ഈ വേവാത്ത സൈഡുണ്ടല്ലോ, ആ സൈഡിലേക്ക് നമ്മൾ ഈ ചപ്പാത്തിയിൽ ഒരു സൈഡ് വേവിച്ചില്ലേ, അതായത് ഒരു സൈഡ് നമ്മൾ റെഡിയാക്കി എടുത്തല്ലോ, അത് ഒട്ടിച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ചപ്പാത്തിയും ഇതും കൂടെ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് അപ്പുറത്തെ സൈഡും കൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇത് വെന്ത സൈഡ്, ഇത് വേവാത്ത സൈഡ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ, തിരിച്ച് മറിച്ച് വിട്ടിട്ട്. എന്നിട്ട് ഇതൊക്കെയായിരുന്നു അപ്പം ഇന്നത്തെ ഒരു ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് മൊത്തത്തിൽ. അപ്പോൾ അത് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നാരൂൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നാരൂന് ഞാൻ ചപ്പാത്തി എണ്ണ ഒഴിച്ച് ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ല 2 മുട്ടയും കുറച്ച് ഗ്രേവിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതിനുള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഞാൻ മറ്റേ റോള് കേട്ടോ കഴിച്ചത്. അതിൽ കുറച്ച് നമ്മുടെ ഈ ഗ്രേവി മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഞാനതിൽ മുട്ട വേറെ ചേർത്തില്ല, കാരണം ഓൾറെഡി ഒരു മുട്ട ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ പോയത്. ഇന്നത്തെ ദിവസം ഒട്ടും കൺട്രോൾ ഇല്ലാത്തൊരു ദിവസമായിരുന്നു. പക്ഷേ ഒരു രാത്രി ഒരു 11 മണി, ഇപ്പം ഞാൻ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമൊക്കെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കിടക്കാൻ പോവുകയാണ്. എന്നാലും എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഫ്രൈഡ് ചിക്കൻ കഴിക്കാനും മന്തി കഴിക്കാനൊക്കെ ക്രേവിങ്സ് വന്നിട്ടോ. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു. മാത്രമല്ല ഇന്ന് രാവിലെ ഒരു മധുരം കഴിക്കാനൊക്കെ ഭയങ്കര തോന്നലായിരുന്നു. ചിലപ്പോൾ പീരീഡ്സിൻ്റെ ഒരു ഡേറ്റ് അടുത്തതിൻ്റെയൊക്കെ ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. മാത്രമല്ല ഇനി നമുക്ക് 10 ദിവസം കൂടെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ 20 ദിവസം കഴിഞ്ഞു, ഇനി 10 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ 30 ദിവസം കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറയാം. 2-3 പേരൊക്കെ ഡയറ്റ് എൻ്റെ കൂടെ ചെയ്യാൻ തുടങ്ങിയതായിരുന്നു. പിന്നെ നമ്മുടെ ഈ വിഷു ഒക്കെ വന്ന സമയത്ത് എല്ലാം വിട്ടുപോയെന്ന് ഞാൻ അറിഞ്ഞ് അവരൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാത്രമല്ല എൻ്റെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ, പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിൽ ഡയറ്റൊക്കെ എടുക്കുക. എനിക്ക് ഡയറ്റ് എന്തോ ഇതുവരെ ആ ഒരു ഓൺ ട്രാക്കിൽ എത്തിയിട്ടില്ല. കുഴപ്പമില്ല, കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ ഒന്ന് എത്തും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ ആ ഒരു രീതിയിൽ നിന്ന് വിട്ട് ഈ ഒരു രീതിയിലേക്ക് വന്നതല്ലേ അത്. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ. പയ്യെ റെഡിയായി വരും. അപ്പം ഞാൻ ചപ്പാത്തിയിൽ മുട്ട വെച്ചിട്ടുണ്ടല്ലോ, അതിൽ ഞാൻ കുറച്ച് ഉള്ളിയുടെ ഗ്രേവി മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് റോൾ ചെയ്തെടുത്തിട്ട് ഇതായിരുന്നു ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ രാത്രിത്തെ ഫുഡ് ഇതായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ ഗ്രീൻ ടീ ഒന്നും കുടിച്ചിട്ടില്ല, കാരണം വൈകിട്ട് എൻ്റെ മൂഡ് മൊത്തത്തിൽ ഔട്ടായി, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നാരുമൊക്കെ വന്നിരുന്ന് സമാധാനിപ്പിച്ച് നാരൂനെയും കുറേ വഴക്ക് പറഞ്ഞ് 2 വഴക്ക് പറഞ്ഞ് പാവം അതൊക്കെ കേട്ട്, എന്നിട്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം നിങ്ങളുടെ കാര്യത്തിലും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പറയട്ടോ. അപ്പോൾ നാളെ വെയിറ്റിംഗ് മെഷീൻ വരും. അപ്പോൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ.